ഓടിക്കുന്ന ഒരു വിലയിൽ നിന്ന് ഇവിടെ ആറ്റുകൾ കൊണ്ടുവരാൻ അതിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സർക്കാർ അതിൻ്റെ അവധി കൊടുക്കുന്നു. നമ്മുടെ ട്രെയിനിൽ ആളുകളെ ടിക്കറ്റ് എടുക്കാൻ ആളുകൾ ഇത് 40 ലക്ഷം എത്തിയത് ആദ്യം 5 ലക്ഷമായിരുന്നു. 5 ലക്ഷം പേരുന്നേക്കാൾ 10 ലക്ഷം പേരുന്നേക്കുണ്ട്, 15 ലക്ഷം കൊണ്ട് ഒന്നേക്കാണ് 25 ലക്ഷം പേര് വന്നിട്ടും പലരും 30, 35, 40 പോകും. ഏതൊരു ഘട്ടത്തിലാണ് നിന്നത് ഇപ്പോൾ കണക്കുകളൊന്നും ഈ ന്യൂസ് ചാനലുകളൊന്നും പറയാം. അത് വളരെ കാര്യമാണ്. ഒരു ദിവസം ആണ് ഈ കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആഴ്ചയാണ് ഈ മഹാകുംഭമേള. ഓരോ കുംഭമേളയ്ക്ക് സ്ഥലത്തിനും സ്ഥാനത്തിനും ഡ്യൂറേഷനും ഒക്കെ വ്യത്യാസമുണ്ട്. അതിൻ്റെ അതിനെക്കുറിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഈ കുംഭമേള എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഒരു പുതിയ കാര്യം. ആളുകൾ ഈ കുംഭമേള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉടനീളം അല്ലെങ്കിൽ വളരെയധികം പൗരാണികമായ സാധനമാണെന്നാണ്. ഒരു കാര്യം ഇന്ത്യയുടെ കാര്യം പറയുന്നതാണ് കുംഭമേള. 1870 ബ്രിട്ടീഷ് ജീവനാണ് ആദ്യമായിട്ട് കുംഭമേള സംഘടിപ്പിച്ചതെന്നാണ് ചരിത്രം എഴുതുന്നത്. പക്ഷേ ഈ എന്താ പറയുക മാഘമേള അല്ലെങ്കിൽ മാഘമേള പോലെയുള്ള ജ്ഞാന ഉത്സവം ഒരു നദീതീരത്തോ അല്ലെങ്കിൽ ഒരു തടാകത്തിലോ അല്ലെങ്കിൽ ഒരു കുംഭ ഒരു വലിയ കുളത്തിലോ ഇതൊക്കെ വിദ്യസ്നാനം അമൃതസ്നാനം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ ബാത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലുണ്ട്. ഈ കുംഭകോണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് രീതിയാണ്. അതിലൂടെ ഈ ഡിപ്പിന്റെ വാട്ടർ ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുഴുവൻ ഇത് മിക്കവാറും എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. പുണ്യ നദിയിൽ പുണ്യ ജലാശയത്തിൽ ഒന്ന് മുഴുക. സാധാരണ നദിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക് പോകും. അഴുക്ക് പോകുമല്ല, അഴുക്ക് ചെറുതാണ് ചെയ്യുന്നത്. അതുപോലെ പക്ഷെ അഴുക്ക് പോകും എങ്കിൽ ഒരു പുണ്യ നദിയിൽ മുഴുകി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അസ്പീഷ്യസ് ഇതിൽ മുന്നോട്ട് പോകും. ആ ടൈല് കുംഭമേളയെ കുറിച്ച് പറയുന്ന തിയറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സയന്റിഫിക് ആണ്. അതിന്റെ ഈ 12 വർഷത്തിനിടയിലുള്ള കുംഭമേള എന്ന് പറയുന്നത് 6 വർഷം ബാറ്ററി ഫ്രീ ചാർജ് മഹാകുംഭമേള. ഇതില് നോക്കൂ, ഇത് തുടങ്ങിയിട്ട് 185 വർഷമായി. 1870. അതിന് മുന്നേ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതില്ലാതെ ഒന്നും പറയാൻ കഴിയും. പക്ഷെ ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ 4-5 മുൻകൂറായിട്ട് പഞ്ചാബിൽ മുൻകൂറായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ ഹിസ്റ്റോറിക്കൽ അതിനുശേഷം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ഗ്രൂപ്പിലുള്ള സൂര്യചുറ്റുള്ള സംഘം അതിനെയാണ് നമ്മൾ ഈ ആഴവട്ടക്കാലം. ഈ ആഴവട്ടക്കാലം ബേസിക്കലി നീലക്കുറിഞ്ഞി കൊണ്ടു എന്ന് പറയാം. നീലക്കുറിഞ്ഞി ഒരിക്കൽ പൂർവ്വത്തിൽ ആഴവട്ടക്കാലം ഒരു പ്രമാണം പോലും പൂർത്തിയാക്കുന്നതാണ് 12 വർഷം കഴിഞ്ഞാണ്. ഒരു ഭ്രമണത്തിന് അല്ലെങ്കിൽ ഒരു പ്രദർശനത്തിന് എക്സാക്ട്ലി 12 വർഷമൊന്നുമല്ല. ഐ തിങ്ക് ഇറ്റ്സ് ലെസ് ദാൻ 20 years. ഞാൻ മാസത്തിലേക്ക് ചാപ്റ്ററിനെ കുറിച്ചിട്ട് 11 വർഷം മുൻപ് മാസം മലയാളത്തിന്റെ ഒരു പ്രദർശനം 3 വർഷമല്ല ഇപ്പോഴാണ്. അതുകൊണ്ട് ഇതിൽ എല്ലാ നീലക്കുറിഞ്ഞികളുമായിട്ട് ആ ലോകത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട 100-ലധികം ഫിലിമുകളുണ്ട്. അതിൽ ഒരു 10 താഴെ 1-2 വലിയ വളരെ വലിയ നമ്പർ മാത്രമേ ഈ പറയുന്നത് 12 വർഷത്തോടെ തിരിച്ചു കൊടുക്കാറുള്ളൂ. അല്ലാതെ 1 വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്, 2 വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്, 3 വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ കൊടുക്കുന്ന ടിക്കറ്റുകളാണ് ഇത്. ഒരു ഇനം മാത്രം അല്ലെ അതങ്ങനെയാണ്. ഒരു ജീവ ടൈപ്പ് അങ്ങനെയാകുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ 12 വർഷം 12 വർഷമല്ല എക്സാക്ട്ലി അത് ഏതൊക്കെ ഗ്രഹങ്ങളിലൂടെ നമ്മളോട്
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ധ്യാനവും മൂന്നും കൂടുതലും ലോ ബാറ്ററി ചാർജ് തലയിലേക്ക് വരുന്ന സമയത്താണ് ഈ മഹാമുഖവേള ആക്ച്വലി ആക്ച്വലി രണ്ടല്ലെങ്കിൽ അത് പ്രത്യേക പക്ഷെ അതിന്റെ കഥ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ പണ്ട് ഈ പാലാഴി മകനും നടന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചില്ല ഒരു കഥയാണ്. ആ കഥ കണ്ടിട്ട് അമൃതപൂർവ്വം അവസാനം കൊണ്ടുവരുന്നു. അമൃതപൂർവ്വം കൊണ്ടുവരുമ്പോൾ അത് വിതരം അത് കൊണ്ട് ക്യാരി ചെയ്യുന്നു എന്നാണ് ഒരു കഥ. പല കഥകളുണ്ട്. അങ്ങനെ ഈ ഗരുഡൻ ഇടത്തിൽ പോകുമ്പോൾ ഈ അമൃതം കൂടി ഈ ഹരിദ്വാറിലും പിന്നെ പ്രയാഗൊക്കെ ലോ ബാറ്ററി ചാർജ് ഗംഗ എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിനെ ദേവികപ്പെടുന്നു. ഇന്ത്യയുടെ പൂർണ്ണ ഭീഷ്മർ ഇങ്ങനത്തെ കഥകളുണ്ട്. അതൊരു ഭീകൻ ആണ്. കഥകളാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് അമൃത വീഴുന്ന സ്ഥലമാണ്. ഈ ഗംഗ ശുചീകരണം യമുന ശുചീകരണം ഒക്കെ സംബന്ധിച്ച് വളരെ ക്യൂർ ആയിട്ടുള്ള പദ്ധതികൾ നമ്മുടെ വർഷങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് യൂണിയനും ലോ ബാറ്ററി ചാർജ് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നല്ല ആളുകളെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ആചാരങ്ങളെ കുഴപ്പമാണെന്ന് പറയുന്നില്ല. മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒരു ലൈവ് ഈ ആൾക്കൂട്ടം ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്തും കണക്കിലധികം ആളുകൾ കൂടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമുണ്ട്, ഹൈജീന്റെ പ്രശ്നമുണ്ട്, മെഡിക്കൽ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിന്റെ ലഭ്യത, പിന്നെ മൊബിലിറ്റി, പിന്നെ ഇപ്പോൾ വന്നു ലൈഫ് ലോ ബാറ്ററി ചാർജ് എത്ര ആളുകൾ ലഭ്യം, എത്ര നിരക്കിൽ ലഭ്യം ഇത് വളരെ പ്രധാനമാണ്. ആളുകൾ വരുന്നതെങ്ങനെ, ആളുകൾ പോകുന്നതെങ്ങനെ, ഇതൊക്കെ സംബന്ധിച്ച് വലിയൊരു സയൻസിലുണ്ട്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ക്രൗഡ് മാനേജ്. അപ്പോൾ ഈ ക്രൗഡ് 1 കോടി ആളുകൾ കൂടുന്നിടത്തും 1 ലക്ഷം ആളുകൾ കൂടുന്നിടത്തും 1000 ആളുകൾ കൂടുന്നിടത്തും ഈ 1000 പേര് കൂടുന്നിടത്തും ഈ ചാമ്പ്യന്മാർ അത് ഡിപ്പെൻഡിങ് കൊണ്ട് സ്ഥലം ലോ ബാറ്ററി ചാർജ് നിരക്ക് അതിനെ ആശ്രയിക്കും. ഇത്രയും ആളുകൾ വന്നു എന്നുള്ളതല്ല, ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമുക്ക് ആളുകൾ കിട്ടുന്നു. ഈ പറയുന്നു വളരെ വൈഡ്